എന്താ മോളെ, നീ ആഹാരം കഴിച്ചില്ലേ? ഇല്ല. അയ്യോ, കഷ്ടായല്ലോ. എല്ലാവരും കഴിച്ചിട്ട് പോയല്ലോ. ഇവിടെ കുറച്ച് ആഹാരം ഉണ്ടായിരുന്നു. മോൾക്കായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. രാത്രി ഏറെ വൈകിയില്ലേ, ഞാൻ കരുതി നീയും കഴിച്ചു കാണുമെന്ന്. അതുകൊണ്ട് അത് ഞാൻ എടുത്ത് കഴിച്ചു. എനിക്കാണെങ്കിലേ ഇപ്പൊ ഭയങ്കര വിശപ്പാ, ഒരു ആനയുടെ വിശപ്പുണ്ട്. അങ്ങനെ പറ്റിപ്പോയതാ. എനിക്കത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പട്ടിണി കിടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തു. ആഹാരം എടുത്ത് ഞാൻ തന്നെയാടി വേസ്റ്റ് തട്ടിയേ. മോൾക്ക് ഇപ്പൊ നന്നായി വിശക്കുന്നുണ്ടല്ലേ? സാരല്ല. ഒരു കാര്യം ചെയ്യാം, ഞാനേ യാമിനെ വിളിച്ച് ആഹാരം ഉണ്ടാക്കി തരാൻ പറയാം. വേണ്ട, ചെറിയമ്മ വിളിക്കണ്ട. ഒരു ദിവസം പട്ടിണി കിടന്നു കരുതി ഒന്നും സംഭവിക്കില്ല. നമ്മൾ എങ്ങനെ ജീവിച്ചു വരാ മോളെ? 4-5 വേലക്കാര്, ഒരുപാട് ജോലിക്കാര്, ഏതു നേരവും മുറ്റത്തും പറമ്പിലും രാഷ്ട്രീയക്കാരുടെ തിരക്ക്. എല്ലാം തകർന്നില്ലേ? നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നൊരു മന്ത്രിയെ ഇപ്പോ ആർക്കും വേണ്ടാതെ അകത്തും. നീ പോയി പട്ടിണി കിടക്കടി. പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും നീ എനിക്ക് എന്നും എന്റെ ശത്രു തന്നെയാ. ദൈവമാണ് ഇവളെ എന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് നേരിട്ട് കണക്ക് ചോദിപ്പിക്കാൻ. പാവം, അവളോട് അങ്ങനെയൊന്നും വേണ്ടായിരുന്നു. Call me sir. Understand? ഞാൻ അങ്ങനെ വിളിക്കില്ല. എന്നാ നിന്നെ കൊണ്ട് ഞാൻ അങ്ങനെ വിളിപ്പിക്കും. നീ വിളിക്കും. എന്നാലും രാജു എന്നോട് അങ്ങനെ പെരുമാറിയില്ല. ദൈവമേ, ഇത്രയും വേഗം നേരം ഒന്ന് പുലർന്നാ മതിയായിരുന്നു. രാജുവിനെ ഒന്ന് കാണാലോ.